ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തന്തൂരി ചിക്കൻ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഓവനും ഗ്രില്ലും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാനായിട്ട് പറ്റും. നമുക്ക് ചിക്കൻ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എപ്പോഴും നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നോക്കാം നമുക്ക് തന്തൂരി ചിക്കൻ എങ്ങനെ തയ്യാറാക്കാമെന്ന്. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കൻ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വലിയ പീസായിട്ടുള്ള ചിക്കനാണ് വേണ്ടത്. അപ്പോൾ ആ ചിക്കൻ നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. 2 സൈഡും നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കണം. ഇനി നമുക്ക് ഈ ചിക്കനിൽ പുരട്ടി വയ്ക്കാനുള്ള മസാല തയ്യാറാക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 3 ടീസ്പൂൺ സാദാ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നന്നായി പേസ്റ്റാക്കിയത് ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് നല്ല കട്ട തൈര്, അധികം പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഓറഞ്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്. ഈ തന്തൂരി ചിക്കൻ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് മുന്നേ ചേർത്ത് കൊടുക്കാം, ഞാനത് വിട്ടുപോയതാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരഞ്ഞു വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് പുരട്ടി കൊടുക്കാം. നമ്മൾ വരഞ്ഞു വെച്ചിട്ടുള്ള ആ ഭാഗത്തൊക്കെ ഉള്ളിലേക്കൊക്കെ തന്നെ നന്നായി ഈ മസാലയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി ഇത് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഈ ചിക്കനിൽ അത്രയും മസാലയൊക്കെ നന്നായി പിടിക്കുമ്പോൾ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്നതിനും കുറച്ച് മുന്നായിട്ട് പുറത്തെടുത്ത് വയ്ക്കണം, തണുപ്പ് മാറാനായിട്ട്. ഇനി ഞാനിവിടെ ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല, വളരെ കുറച്ച് ഓയിൽ മാത്രം മതിയാവും. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടറും കൂടി വരുമ്പോഴാണ് ശരിക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ ബട്ടർ നന്നായി ഒന്ന് ഉരുക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഓരോ പീസ് ചിക്കനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കനെല്ലാം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോഴാണ് ഈ ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ നന്നായി വെന്ത് കിട്ടുള്ളൂ. പിന്നെ ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ അത് മറച്ചിടാനോ ഇളക്കി കൊടുക്കാനോ ഒന്നും പാടില്ല. അങ്ങനെ തന്നെ കുറച്ച് നേരം ഇരിക്കണം. അപ്പോഴാണ് ശരിക്കും ആ മസാലയൊക്കെ ചിക്കനിൽ തന്നെ പിടിച്ചിട്ടിരിക്കുള്ളൂ. നമ്മൾ ഈ സമയത്ത് അത് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മസാലയൊക്കെ ആ ഓയിലൊക്കെ ആകെ സ്പ്രെഡായി പോവും. ചിക്കനിൽ ശരിക്കും അങ്ങോട്ട് പിടിച്ച് നിൽക്കില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഇത് കുറച്ചൊക്കെ ഒന്ന് ഫ്രൈ ആയി എന്ന് തോന്നുമ്പോൾ മാത്രം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കഴിഞ്ഞാലും ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കാനൊന്നും പാടില്ല. അങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പിന്നെ ഈ ചിക്കനൊന്നും ഒരിക്കലും മൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്യരുത്. മൂടി വയ്ക്കുമ്പോൾ അതിൽ ആവിവെള്ളം വന്നിട്ട് അത് ചിക്കനിൽ വീണിട്ട് ശരിക്കും ഇത് ഫ്രൈ ആയി വരില്ല. അപ്പോൾ തുറന്ന് വെച്ച് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ ഇവിടെ ചിക്കൻ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. എന്നാലും ഇനി ആവാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് മറച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അധികം മസാലയൊന്നും ചിക്കനിൽ നിന്ന് പോയിട്ടില്ല. ഉൾഭാഗമൊക്കെ തന്നെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചിക്കന് നമുക്ക് ശരിക്കും ആ തന്തൂരി ചിക്കൻ്റെ ആ ഒരു മണം വരാനായിട്ട്, അതായത് ഒരു ചുട്ട മണം ഉണ്ടല്ലോ, ഒരു പുകമണം, ആ മണം ഈ ചിക്കന് നമുക്കൊന്ന് വരുത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ പീസ് ചാർക്കോൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഗ്യാസ് അടുപ്പിൽ വെച്ച് തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതായത് ഒന്ന് കനലായി വരുന്ന വരെ ഒന്നാക്കണം. ഇപ്പോൾ ഇത് നല്ല കനലായിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഇതിലൊരു ചെറിയൊരു സ്റ്റീൽ പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചാർക്കോൾ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ 2 മിനിറ്റ് മൂടി വെച്ചാൽ മതിയാവും.
അതിനുശേഷം നമുക്കെടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ അപ്പോഴേക്കും തന്നെ ഈ ശരിക്കും ചുട്ട മണം ഇതിലേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്തൂരി ചിക്കൻ വീട്ടിലുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങളിനി ചിക്കനൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.